ഗുഡ് മോർണിംഗ് എവരിവൺ. എല്ലാവർക്കും മിറാക്കൽ മോർണിംഗിലേക്ക് സ്വാഗതം. ഞാൻ രീഷ്മ യതീന്ദ്രദാസ് തൃശ്ശൂരിൽ നിന്നാണ്. നമ്മുടെ മിറാക്കൽ മോർണിംഗിന്റെ ഫസ്റ്റ് പാർട്ടായ മെഡിറ്റേഷൻ നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. ഇന്നത്തെ ടോപ്പിക് എല്ലാവർക്കും അറിയാം, ഡ്രീം ബിൽഡിംഗ് എക്സസൈസ് ആണ്. ഡ്രീംസ് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് വെസ്റ്റീജ് എന്ന ഈ ഒരു വലിയ കുടക്കീഴിൽ വന്നെത്തിയവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പൊ അങ്ങനെ വെസ്റ്റീജിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തരും എങ്ങനെ നല്ല രീതിയിൽ ആക്റ്റീവായി അവരെ വെക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ സീരിയസ് ആക്കി മാറ്റാം, എങ്ങനെ ഒരു പ്രോസ്പെക്റ്റിനെ ഒരു ഡിസ്ട്രിബ്യൂട്ടറിനെ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് എങ്ങനെ ബിൽഡ് ചെയ്യാം, ഇതിനെല്ലാം വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സിലബസ് ആണ് ഡ്രീം ബിൽഡിംഗ് എക്സസൈസ്. അപ്പോ ഇന്നത്തെ ഈ ഒരു ടോപ്പിക് കൈകാര്യം ചെയ്യാനായി ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ ഒരു ഗ്രേറ്റ് ലീഡർ ആണ്. ഹീസ് ഫ്രം തൃശ്ശൂർ, ഒരു വേദിക് സ്കോളർ ആണ്. ഇന്നാണെങ്കിൽ ഒരു സക്സസ്ഫുൾ ബിസിനസ്മാൻ ആയി മാറിയിരിക്കുകയാണ്. ഹീസ് മൈ ഗ്രേറ്റ് ലീഡർ, അപ്ലൈൻ ആൻഡ് മൈ മെന്റർ. എല്ലാത്തിലും ഉപരിയായിട്ട് എ വണ്ടർഫുൾ ഹ്യൂമൻ ബീങ്. ഒരുപാട് സ്നേഹത്തോടും റെസ്പെക്റ്റോടും കൂടി ഞാൻ അദ്ദേഹത്തെ വെൽക്കം ചെയ്യുന്നു. I welcome Mr. Sridas Kadalur to the platform. Welcome, sir. ഓക്കെ, താങ്ക് യു രീഷ്മ. നല്ല രീതിയിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എല്ലാവർക്കും വാം ഗുഡ് മോർണിംഗ്. ഇന്ന് മിറാക്കിൾ മോർണിംഗിൽ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ഇന്നലെ നമ്മൾ 13 എസെൻഷ്യലിൻ്റെ ഫസ്റ്റ് 3 ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കി. സെറ്റ് ദ പ്രയോറിറ്റി, അതുപോലെ തന്നെ സെൻസ് ഓഫ് അർജൻസി, നോ ഡിപ്പെൻഡൻസി. ഇങ്ങനെ 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ മനസ്സിലാക്കിയത്. ഈ 3 കാര്യങ്ങൾക്ക് ശേഷം 13 കാര്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4ാമത്തെ കാര്യമാണ്. ഈ 13 കാര്യങ്ങൾ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരു കാരണവശാലും ഒഴിവാക്കാൻ സാധിക്കാത്തതാണ്. ഇപ്പൊ സാധാരണ രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു കറിയിൽ ഉപ്പ് എത്രമാത്രം നിർബന്ധമാണോ അത്രമാത്രം മസ്റ്റായിട്ടുള്ള നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ 13 എസെൻഷ്യൽ. നമ്മൾ വെസ്റ്റേജിൽ ഒരു മൊമെന്റം ബിൽഡ് ചെയ്യണമെങ്കിൽ, ഹൈ ഗ്രോത്തിലേക്ക് നമുക്ക് പോകണമെങ്കിൽ വളരെയധികം അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ 13 കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇന്ന് അതിലത്തെ 4ാമത്തെ ടോപ്പിക്കാണ് ഡ്രീം ബിൽഡിംഗ് എക്സസൈസ് എന്ന് പറയുന്ന ടോപ്പിക്ക്. ഇത് ശരിക്കും എനിക്ക് വളരെയധികം ഫേവറേറ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ബിക്കോസ് ഞാൻ ഈ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ പ്രാക്ടിക്കലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. വളരെയധികം ഈ കാര്യം എത്ര തവണ ചെയ്താലും മതി വരാതെ വീണ്ടും വീണ്ടും ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഇൻസ്പിരേഷൻ കിട്ടുന്ന ഒരു കാര്യമാണ് ഡ്രീം ബിൽഡിംഗ് എക്സസൈസ്. നമ്മൾ പലപ്പോഴും ആലോചിച്ച് നോക്കാറുണ്ട്, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഡ്രീമാണ്. നമ്മളെല്ലാവരും ജീവിക്കുന്നത് നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ ഏത് തീരുമാനങ്ങൾ എടുക്കുന്നതും, ചെറിയ കാര്യങ്ങളാവട്ടെ വലിയ കാര്യങ്ങളാവട്ടെ, ഏത് തീരുമാനത്തിൻ്റെ പിന്നിൽ ഏതോ ഒരു സ്വപ്നമുണ്ട്. ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് കടയിൽ പോകുന്ന സമയത്ത് പോലും അവിടെ നിന്ന് നാം ആ സെലക്ട് ചെയ്യുന്ന സോപ്പ് എടുക്കുന്നതിൻ്റെ പിന്നിൽ നമ്മളെ സ്വാധീനിച്ചിട്ടുള്ള ഏതോ ഒരു പരസ്യമുണ്ട്. നമ്മൾ സാധാരണ പറയാറുണ്ട്, പ്രായം കണ്ടാൽ, അങ്ങനെയല്ല അല്ലെ, ചർമ്മം കണ്ടാൽ പ്രായം തോന്നുകയില്ല എന്ന് പറയുന്ന സമയത്തെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു ബ്രാൻഡ് ഉണ്ട് അല്ലെ. അപ്പോൾ അങ്ങനെ നമ്മളുടെ നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന സെലക്ട് ചെയ്യുന്ന ഏത് കാര്യങ്ങളുടെയും പിന്നിൽ ഏതോ ഒരു സ്വപ്നമുണ്ട് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, നമ്മളെല്ലാവരും തന്നെ പലപ്പോഴും ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത്, ഇപ്പോൾ ഉദാഹരണം പറയണമെങ്കിൽ, നമ്മളിപ്പോൾ ഒരു എനർജി ഡ്രിങ്ക് ബി എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന, അവസാനം ST എന്ന് അവസാനിക്കുന്ന, ഇടയിൽ 2 അക്ഷരമുണ്ട്, OO എന്നുള്ളൊരു അക്ഷരമുണ്ട്. ഈ ഒരു ബ്രാൻഡ്, ഞാൻ ബ്രാൻഡിന്റെ പേര് പറയുന്നത് ശരിയല്ല, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കൊരു ക്ലൂ തന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബ്രാൻഡ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളുടെ മനസ്സിൽ നാം അറിയാതെ സച്ചിൻ ടെണ്ടുൽക്കറും, അല്ലെങ്കിൽ പിന്നീട് നമ്മളുടെ തല ധോണിയും, അതുപോലെ തന്നെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ വിരാട് കോഹ്ലിയും ഒക്കെ ആയിട്ട് മാറുന്നു. ഇടയ്ക്ക് ജംഷിദ് ബുംറ അതിൽ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് നമ്മൾ കലക്കി കുടിക്കുന്ന സമയത്ത്, നമ്മളെല്ലാവരും നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഞാൻ ഒരു സെലിബ്രിറ്റി ആയിട്ട് മാറുന്നു എന്നുള്ള തരത്തിലാണ് നാം നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ എല്ലാവരും, എല്ലാ ബ്രാൻഡുകളും, എല്ലാ കമ്പനികളും വിൽക്കുന്നത് സ്വപ്നങ്ങളാണ്, അല്ലാതെ അവരൊരിക്കലും പ്രൊഡക്റ്റ് വിൽക്കുന്നില്ല. പലപ്പോഴും വെസ്റ്റേജ് ബിസിനസ്സിൽ നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക്, ഒരു വ്യക്തി നമ്മുടെ ടീമിൽ വരുന്ന സമയത്ത് അദ്ദേഹത്തിനെ എഫക്റ്റീവായിട്ട് നമ്മുടെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് നാം വിൽക്കേണ്ടത് പ്ലാനോ പ്രൊഡക്റ്റോ അല്ല, മറിച്ച് സ്വപ്നങ്ങളാണ്. പലപ്പോഴും നമുക്ക് പറ്റുന്നത്, നാം വിൽക്കാൻ ശ്രമിക്കുന്നത് പ്ലാനും പ്രൊഡക്റ്റുമാണ്.
ഒരിക്കലും ഒരു വ്യക്തിയും ഒരു പ്ലാനും പ്രൊഡക്റ്റും കണ്ടതുകൊണ്ട് വലിയ സീരിയസ് ആയിട്ട് ഒരു പ്രോജക്റ്റിലേക്കും കടന്നു വരുന്നില്ല, അല്ലെങ്കിൽ ഒരു വിഷയത്തിലേക്കും കടന്നു വരുന്നില്ല. നമുക്ക് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിൽക്കാൻ സാധിക്കുന്ന, ഏറ്റവും നല്ല രീതിയിൽ വിൽക്കേണ്ടുന്ന ഒരു സാധനമാണ് സ്വപ്നങ്ങൾ. പലപ്പോഴും നമ്മൾ നീം വിൽക്കാറുണ്ട്. നീമല്ല ഇവിടെ വിൽക്കേണ്ടത്, ഇവിടെ നമ്മൾ വിൽക്കേണ്ടത് ഡ്രീംസ് ആണ്. നമ്മൾ ഒരിക്കലും സോപ്പല്ല വിൽക്കേണ്ടത്, നമ്മളിവിടെ വിൽക്കേണ്ടത് ഹോപ്പാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും നല്ല, ഏറ്റവും മികച്ച ഹോപ്പ് വിൽപ്പനക്കാരനും ഏറ്റവും മികച്ച ഡ്രീം വിൽപ്പനക്കാരനുമായിട്ട് മാറാൻ സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മളുടെ ബിസിനസ്സിൽ, നമ്മുടെ ലൈഫിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ സ്വപ്നങ്ങളിലാണ്. കാരണം എനിക്കറിയാം ഈ ബിസിനസ്സിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ സ്വപ്നം തന്നെയാണ്. തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, മറ്റൊരു ആളെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ആ വ്യക്തി അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് എൻ്റെ സ്വപ്നമല്ല, നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് നിങ്ങളുടെ സ്വപ്നങ്ങളാണ്. അപ്പോൾ ഈ ഡ്രീം ബിൽഡിംഗ് എക്സസൈസ് എന്ന് പറയുന്നത് നമ്മളുടെ ബിസിനസ്സിൽ നമ്മൾ മീറ്റ് ചെയ്യുന്ന എല്ലാവരുമായിട്ടും നാം നിരന്തരമായിട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. ഞാൻ വീണ്ടും പറയുന്നു, നാം മീറ്റ് ചെയ്യുന്ന എല്ലാവരുമായിട്ടും നിരന്തരമായിട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് ഡ്രീം ബിൽഡിംഗ് എക്സസൈസ്. ഡ്രീം ബിൽഡിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ, ഡ്രീം ബിൽഡിംഗ് എക്സസൈസ് എന്ന് പറയുന്നത് നമ്മൾ മറ്റൊരാളുമായിട്ട് കണക്ട് ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ബിസിനസ്സിൽ മീറ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ആളുകളെയാണ്. ഒന്ന്, നമ്മൾ പ്രോസ്പെക്റ്റുകളെ മീറ്റ് ചെയ്യാറുണ്ട്. 2, നമ്മളുടെ പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടറെ മീറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന നമ്മുടെ നിരന്തരമായിട്ടുള്ള ലീഡേഴ്സിനെ മീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ പ്രോസ്പെക്റ്റുകൾ ഉണ്ട്, ന്യൂ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്, നമ്മളുടെ ലീഡേഴ്സ് ഉണ്ട്. ഈ 3 കാറ്റഗറി ആയിട്ടാണ് നാം നിരന്തരമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടേണ്ടി വരിക ഈ ബിസിനസ്സിൽ. ഓക്കെ, അപ്പോൾ ഈ 3 കാറ്റഗറിയുമായിട്ടും നിരന്തരമായിട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് ഡ്രീം ബിൽഡിംഗ് എക്സസൈസ്. ഓക്കെ, ഇത് ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സാധാരണ പറയും ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു എഫക്റ്റീവായിട്ട് വലിയൊരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യണമെങ്കിൽ, നമുക്ക് പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ഡിസ്ട്രിബ്യൂഷൻ ബിൽഡ് ചെയ്യണമെങ്കിൽ, നമുക്കറിയാം അവിടെ നമ്മുടെ കൂടെ നിൽക്കുന്ന വ്യക്തിക്ക് നിരന്തരമായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റും ഒരു എനർജിയും ഒരു ഹോപ്പും നമുക്ക് കൊടുക്കാൻ സാധിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഡ്രീം ബിൽഡിംഗ് എക്സസൈസ്. ഓക്കെ, നമുക്കപ്പോൾ ഇനി പ്രാക്ടിക്കൽ സെഷനിലേക്ക് പോവാം. ഇത് നിരന്തരമായിട്ട് നിങ്ങളുടെ ടീമിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുക. ഇതൊരു പക്ഷേ നിങ്ങളുടെ അപ്ലൈൻ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമല്ല. നിങ്ങൾ ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുന്ന നിങ്ങൾ ഇന്നു മുതൽ നിങ്ങൾ ഒരു പുതിയൊരു വ്യക്തിയെ കാണുന്ന സമയത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ ഇനി സംസാരിക്കാൻ പോകുന്നത്. സോ ലെറ്റ് us മൂവ് ഓൺ ടു ഡ്രീം ബിൽഡിംഗ് എക്സസൈസ്. ഇതിന് 8 പ്രോസസ്സുകളാണ്, അല്ലെങ്കിൽ 8 സ്റ്റെപ്പുകളാണ്. ഈ 8 സ്റ്റെപ്പുകൾ മനസ്സിൽ വെച്ചാൽ മതി. ഇത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പവർഫുൾ ഡ്രീം ബിൽഡർ ആയിട്ട് മാറാൻ സാധിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമുക്ക് മറ്റൊരാൾക്ക് സ്വപ്നം പകർന്ന് നൽകണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളുടെ ഉള്ളിൽ സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് എഫക്റ്റീവായിട്ട് മറ്റൊരു വ്യക്തിക്ക് സ്വപ്നങ്ങൾ പകർന്നു നൽകാൻ സാധിക്കുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എങ്ങനെയാണ് നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്കൊരു ഡ്രീം ബിൽഡിംഗ് എക്സസൈസ് ചെയ്യാൻ സാധിക്കുക. അതിൽ ഫസ്റ്റ് പോയിന്റ് ആണ് മേക്ക് ദ പേഴ്സൺ ഫീൽ കംഫർട്ടബിൾ ആൻഡ് റിലാക്സ്. ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ കംഫർട്ടബിൾ ആയിട്ട്, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നമ്മൾ മീറ്റ് ചെയ്യുന്നു. പലപ്പോഴും മീറ്റ് ചെയ്യുന്നത് പല സ്ഥലങ്ങളിൽ വെച്ചിട്ടായിരിക്കാം. ഇത് എവിടെ വെച്ച് ചെയ്യുന്നു എന്നുള്ളതിൽ വലിയ പ്രസക്തിയില്ല. എന്നാൽ പോലും പുതിയൊരു ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിലും അതുപോലെ തന്നെ പുതിയൊരു പ്രോസ്പെക്റ്റ് ആണെങ്കിലും എപ്പോഴും റെക്കമെൻഡ് ചെയ്യപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് നാം ഈ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോഴാണ് കൂടുതൽ റിസൾട്ട് വരുന്നുണ്ടായിരിക്കുക. കാരണം അതിന് അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജുകളുണ്ട്. ഇപ്പം നമുക്കറിയാം, ഒരു വ്യക്തിയുടെ വീട്ടിൽ പോകുന്ന സമയത്ത് നമുക്ക് ആ വ്യക്തിയുടെ ലോകം നമുക്കറിയാം, ആ വ്യക്തിയുടെ റിയൽ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലേക്കാണ് നമ്മൾ ചെല്ലുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അവിടെ കുറച്ചും കൂടെ ഇത് എഫക്റ്റീവായിട്ട് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളൊരു വ്യക്തിയെ മീറ്റ് ചെയ്യുന്ന സമയത്ത് പരമാവധി ഇത് ഫാമിലി ആയിട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതായിരിക്കും. അപ്പോൾ നമ്മളൊരു വ്യക്തിയുടെ വീട്ടിൽ ചെല്ലുന്നു, നമുക്ക് ഒരു വ്യക്തിയുമായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു പ്രോസസ്സുകൾ കൂടെയാണ് നമ്മൾ ഈ ഡ്രീം ബിൽഡിംഗ് എക്സസൈസിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളൊരു വീട്ടിൽ ചെല്ലുന്നു, ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം നന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമുക്ക് അദ്ദേഹവുമായിട്ട് നമുക്കൊരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാം, എങ്ങനെ നമുക്ക് അദ്ദേഹവുമായിട്ട് ഒരു നല്ല എന്താ പറയുക ഡ്രീം ബിൽഡിംഗ് എക്സസൈസ് നമുക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. അതിനാദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അദ്ദേഹത്തിനെ
പലപ്പോഴും പ്രശ്നം പറ്റുന്നത് നമ്മൾ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ ഫ്ലിപ്പ് ചാർട്ട് എടുക്കുന്നു, വെൽക്കം ടു വെസ്റ്റീജ്, നൈസ് ടു മീറ്റ് യു എന്ന് പറയുന്ന തരത്തിലാണ് പല പ്രസന്റേഷൻ ചെയ്യുന്നത്. ഞാനിവിടെ വന്നത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ പ്ലീസ് സർ ഇരിക്കൂ എന്ന് പറയണമെങ്കിൽ ഒരിക്കലും ഒരു വ്യക്തിയും മെന്റലി ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ മൈൻഡ് ഓപ്പൺ ആയിട്ട് ഒരിക്കലും ഒരു വ്യക്തിയും അവിടെ ഇരിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അദ്ദേഹവുമായിട്ടൊരു കംഫർട്ടബിൾ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യലാണ്. ഞാൻ പല വീടുകളിൽ പോകാറുണ്ട്. ഞാൻ ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഇല്ലെങ്കിൽ ഞാൻ ഈ പ്ലാൻ പ്രസന്റ് ചെയ്യാതെ തിരിച്ചിറങ്ങി പോരാറുണ്ട്. അപ്പോൾ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനെ എങ്ങനെ നമുക്കത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും? അതിന് മെയിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മെത്തേഡാണ് യൂസ് ദ മാജിക് ഓഫ് അപ്രീസിയേഷൻ. നമ്മളൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താ? എന്നെ ഒരാൾ അംഗീകരിക്കണം, എന്നെ ഒരാൾ, നമ്മൾ സാധാരണ പറയും പുകഴ്ത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു നെഗറ്റീവായിട്ടാണ് പലപ്പോഴും പല ആളുകളും എടുക്കാറുള്ളത്. പക്ഷേ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് എന്നെ ഒരാൾ പ്രശംസിക്കാനും എന്നെ ഒരാൾ പുകഴ്ത്താനും അല്ലെങ്കിൽ ഞാൻ ചെയ്ത കാര്യങ്ങളെ ഒരാൾ അപ്രീഷിയേറ്റ് ചെയ്യാനും ഒക്കെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ഓക്കെ, അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താണ് നോക്കേണ്ടത്? അദ്ദേഹം ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു സറൗണ്ടിങ്സിലുള്ള അല്ലെങ്കിൽ ആ വീടിന്റെ ഉള്ളിലുള്ള, ജസ്റ്റ് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു ലിവിംഗ് റൂമിലാണ് പോയിരിക്കുന്നുണ്ടാവുക. അവിടെ തീർച്ചയായിട്ടും ലിവിംഗ് റൂമിന്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള പെയിന്റിങ്സ് ആവട്ടെ, ലിവിംഗ് റൂമിൽ വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോർമലി അദ്ദേഹം വളരെയധികം അഭിമാനപൂർവ്വം കൊണ്ട് നടക്കുന്ന കാര്യങ്ങളായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അവിടെ എന്തൊക്കെയാണോ നമുക്ക് അപ്രീഷിയേറ്റബിൾ ആയിട്ടുള്ള എന്തൊക്കെയാണുള്ളത് കണ്ടെത്തുക, അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക, മാക്സിമം അപ്രീഷിയേറ്റ് ചെയ്തേക്കുക. ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പെയിന്റ് കഴിഞ്ഞാൽ ഓ നൈസ് ഡിസൈൻ, ഇത് നിങ്ങൾ വരച്ചതാണോ, അത് നിങ്ങൾ പർച്ചേസ് ചെയ്തതാണോ? അപ്പോൾ ആൾ പറയുന്നത് ഞാൻ പർച്ചേസ് ചെയ്തതാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങളുടെ സെലക്ഷൻ വളരെ ബെസ്റ്റ് ആണ്, ഇത് വൺ ഓഫ് ദ ബെസ്റ്റ്, ഇത് വളരെയധികം അട്രാക്റ്റീവ് ആണ് എന്നുള്ള തരത്തിൽ നമ്മൾ അദ്ദേഹത്തിനെ അപ്രീഷിയേറ്റ് ചെയ്തതിന് ഓട്ടോമാറ്റിക്കായിട്ട് അദ്ദേഹം വളരെയധികം നമ്മളുമായിട്ട് വളരെ കംഫർട്ടബിൾ മൈൻഡ് സെറ്റിലേക്ക് എത്തുന്നുണ്ടായിരിക്കും. എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയുമായിട്ട് നമ്മളെ ഇഷ്ടപ്പെടുത്തിയാൽ മാത്രമാണ് നമ്മൾ പറയുന്ന കാര്യം അദ്ദേഹം ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കുള്ളൂ. ഞാനിത് വേറെ രീതിയിൽ പ്രസന്റ് ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആദ്യം നിങ്ങളെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുത്തുക, അല്ലെങ്കിൽ ആദ്യം അദ്ദേഹം ഇഷ്ടപ്പെടുന്നത് നിങ്ങളെ ആയിരിക്കും. നിങ്ങളെ അദ്ദേഹം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് ഇഷ്ടം വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ആദ്യം നമ്മുടെ പ്ലാൻ അല്ല ഇഷ്ടപ്പെടുത്തേണ്ടത്. എല്ലാവരും തന്നെ ആലോചിച്ച് നോക്കൂ, നമ്മളൊരു വ്യക്തി, ഇത് ഒരു വ്യക്തി പറയുന്നതിനെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്, അല്ലാതെ പറയുന്ന ആ പ്രോജക്റ്റിനെ കുറിച്ച് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വ്യക്തിയെയാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ നമ്മൾ എത്ര ബെസ്റ്റ് പ്ലാൻ ആണെങ്കിലും പറഞ്ഞ വ്യക്തിയെ നമുക്ക് ഇഷ്ടമല്ല എങ്കിൽ നമ്മൾ ഒരിക്കലും ചിലപ്പോൾ ഒരു പക്ഷേ സീരിയസ് ആയിട്ട് അതിനെ അപ്രോച്ച് ചെയ്തോളണമെന്നില്ല. അപ്പൊ അവിടെ അപ്രീഷിയേറ്റബിൾ ആയിട്ട് എന്താണുള്ളത്? ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു നായക്കുട്ടി വീടിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താ? ഇദ്ദേഹം വളരെയധികം അഭിമാനത്തോട് കൊണ്ട് നടക്കുന്നൊരു, അതുകൊണ്ടാണല്ലോ ആ പെറ്റിനെ റൂമിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ വീടിന്റെ ഉള്ളിൽ അദ്ദേഹം കൊണ്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ നായക്കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം താല്പര്യമില്ലാത്തൊരു കാര്യമായിരിക്കും. അപ്പോൾ പലപ്പോഴും പല ആളുകളും അയ്യോ ദേ ഈ പട്ടിയെ വീടിന്റെ ഉള്ളിലാണോ വളർത്തുന്നത്? ഒരിക്കലും പട്ടിയെ എന്ന് വിളിക്കരുത്. പട്ടിയെ എന്ന് വിളിച്ചാൽ നിങ്ങളെ അവർ പട്ടിയെ പോലെ ആട്ടും എന്നാണ് നമ്മുടെ ചീഫ് മെന്റർ അദ്ദേഹത്തിന്റെ ഡ്രീം ബിൽഡിംഗ് ഓഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത്. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇപ്പോൾ ഒരു നായക്കുട്ടി ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് താലോലിക്കുക, എന്നിട്ട് ചോദിക്കുക ഇതേതാണ്, പിന്നെ എന്താ പറയാ, ഏതാണ് ബ്രീഡ്, എന്താണ് ഇതിന്റെ പേര്? അപ്പൊ അവർ പറയാണ് ഇതിന്റെ പേരാണ് പെപ്സി എന്ന് പറയുകയാണെങ്കിൽ വാവ് നൈസ് നെയിം പെപ്സി, സൂപ്പർ ക്യൂട്ട്, വളരെയധികം നല്ല രീതിയിൽ. ഞാനൊരു സെൽഫി എടുത്തോട്ടെ. അപ്പോൾ എന്താണ്, അദ്ദേഹം ഇഷ്ടപ്പെടുന്നതിനെ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ, വീണ്ടും പറയുന്നു, അദ്ദേഹം ഇഷ്ടപ്പെടുന്നതിനെ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ അവർ നിങ്ങളെ ഇഷ്ടപ്പെടും. നിങ്ങളെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ പറയുന്നതും ഇഷ്ടപ്പെടും. ആ വ്യക്തിയെ നമുക്ക് അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഒരു കാര്യം ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് അവിടെ ഇഷ്ടപ്പെടാം. എന്താണ്? അദ്ദേഹത്തിന്റെ ലൈഫ് പാർട്ട്ണർ. ഇപ്പൊ ഒരു പക്ഷെ ലേഡി ആണെങ്കിൽ, ഇപ്പോൾ ഞാനിപ്പോ ഒരു പുരുഷനാണ്, ഇപ്പൊ മറ്റൊരു വീട്ടിൽ ചെന്നിട്ട് അങ്ങേരുടെ വൈഫിനെ നോക്കിയിട്ട് വാവ് നൈസ് സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, അതൊരിക്കലും അവര് ഇഷ്ടപ്പെടില്ല. അതേപോലെ തന്നെ ലേഡിയാണ്, ഹസ്ബൻഡിനെ നോക്കിയിട്ട് വാവ് വെരി ഹാൻസം സൂപ്പർ എന്ന് പറയണമെങ്കിൽ അത് ആ ലേഡിയും ഇഷ്ടപ്പെടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും മറ്റൊരാളുടെ ലൈഫ് പാർട്ട്ണർ വെച്ച്, നമുക്കറിയാം കാർഡിനൽ റൂൾസ്, അതില്ലാതെ ബാക്കിയെല്ലാം നമുക്ക് അവിടെ ഇഷ്ടപ്പെടാം. എന്തൊക്കെയാണോ അപ്രീഷിയേറ്റ് ചെയ്യാൻ സാധിക്കുക അതെല്ലാം നമുക്ക് അവിടെ അപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മളുമായിട്ട് കുറച്ചും കൂടെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് മാറുന്നുണ്ടായിരിക്കും. ഞാൻ വീണ്ടും പറയുന്നു, ആദ്യം അവരിഷ്ടപ്പെടുന്നതിന് നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ അവർക്ക് നിങ്ങളെ ഇഷ്ടമാകും.
നിങ്ങളെ ഇഷ്ടമായാൽ നിങ്ങൾ പറയുന്നതും അവർക്ക് ഇഷ്ടമാവും. ഓക്കെ, ഇതാണ് ഇതിന്റെ ഫസ്റ്റ് പോയിന്റ്, തമ്പ് റൂൾ ഇതാണ്. സോ സെക്കൻഡ് പോയിന്റിലേക്ക് നമുക്ക് കിടക്കാം. സെക്കൻഡ് പോയിന്റ് എന്ന് പറയണമെങ്കിൽ ഷെയർ ദ ഡ്രീം. നമുക്കറിയാം, ഇപ്പോ ഒരു വ്യക്തി, ഞാൻ പറഞ്ഞു എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞതാണല്ലോ, എല്ലാവരും ഒരു സ്വപ്നമാണ് പർച്ചേസ് ചെയ്യുന്നത്. ഇപ്പൊ ഒരുപക്ഷെ ഒരു ബെൻസ് വാങ്ങുന്നു എങ്കിൽ അവർ ഓട്ടോമാറ്റിക്കായിട്ട് ആ ബെൻസിന്റെ ഉള്ളിൽ ഇരിക്കുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന റെസ്പെക്ട്, അവർക്ക് കിട്ടുന്ന ഒരു ഫീൽ, അവർക്ക് കിട്ടുന്ന ആ ഒരു കംഫർട്ട്, ഇതൊക്കെയാണ് അവർ വാങ്ങുന്നത്. അപ്പൊ എല്ലാവരും ആഗ്രഹിക്കുന്നത്, എല്ലാവരും പർച്ചേസ് ചെയ്യുന്നത് അവരുടെ സ്വപ്നങ്ങളാണ് എങ്കിൽ നമ്മൾക്ക് നമ്മളുടെ സ്വപ്നങ്ങൾ വിൽക്കാൻ സാധിക്കണം. അപ്പോൾ പലപ്പോഴും പ്രശ്നം പറ്റുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വീട്ടിൽ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തു, അപ്രീഷിയേറ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് നമ്മൾ അവരുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ, സാർ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഹാപ്പി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളും ഇത്തരത്തിലുള്ള ഓപ്പൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇഷ്ടപ്പെടില്ല. ഒരാളും ഇത്തരത്തിലുള്ള ഒരു എന്താ പറയാ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. അപ്പോൾ അവരുടെ സ്വപ്നങ്ങൾ നമുക്കറിയാൻ ഏറ്റവും നല്ലൊരു മാർഗം അവർക്കൊരു ചൂണ്ട ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അവർക്കുള്ള ചൂണ്ടയാണ് ഷെയർ യുവർ ഡ്രീംസ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളത് നിങ്ങൾ അവരുമായിട്ട് ഷെയർ ചെയ്യാം. എപ്പോഴും മനസ്സിലാക്കുക, ഫാക്ട്സ് വോണ്ട് സെൽ. എപ്പോഴും സ്റ്റോറീസ് ആണ് സെല് ചെയ്യപ്പെടുന്നുണ്ടാവുക. എല്ലാവരും കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത് സ്റ്റോറീസ് ആണ്, അല്ലാതെ വാസ്തവങ്ങളോ എന്താ പറയാ സ്ഥിതി വിവര കണക്കുകളോ ഒന്നും അല്ല ഒരാൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടാവുക. അവരെപ്പോഴും വെസ്റ്റീജിൽ എന്തുണ്ട് എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് വെസ്റ്റീജ് നിങ്ങൾക്ക് എന്ത് നൽകി എന്നുള്ളത് കേൾക്കാനാവും എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും, ഞാൻ ഒരു സ്റ്റോറി പറയാം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവരുടെയും മൈൻഡ് കുറച്ചും കൂടി ഓപ്പൺ ആയിട്ട് മാറുന്നുണ്ടാവും. അപ്പോൾ എപ്പോഴും ആളുകൾ സ്റ്റോറി കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു. അത് നിങ്ങളുടെ സ്റ്റോറി ആണെങ്കിൽ അവർ അത് കൂടുതൽ ഇഷ്ടപ്പെടുന്നു. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ആ വീട്ടിൽ നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് നിങ്ങളുടെ സ്റ്റോറി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ഞാൻ ശ്രീദാസ് കടലൂർ, ഞാൻ വളരെയധികം നല്ല രീതിയിൽ കഴിഞ്ഞ ഒരു 10-25 വർഷമായിട്ട് വേദിക് ഫീൽഡിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ വളരെ ഹാപ്പിയാണ്. വളരെയധികം പേരും പ്രശസ്തിയും എനിക്ക് ആ മേഖലയിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് റെപ്യൂട്ടഡ് ആയിട്ടുള്ള പല വ്യക്തികളുമായിട്ട് എനിക്ക് സൗഹൃദം പങ്കിടാൻ അതിലൂടെ സാധിച്ചിട്ടുണ്ട്. ഞാൻ വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് ഞങ്ങളുടെ വിവാഹം കഴിയുന്നത്. ആ സമയത്ത് ശരണ്യ വളരെ നല്ല രീതിയിൽ, വളരെ പ്രോമിസിങ് ആയിട്ടുള്ള രീതിയിൽ മ്യൂസീഷ്യനാണ്, വളരെ നല്ല രീതിയിൽ ഒരുപാട് കാലിബർ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്ന സമയത്ത് കല്യാണം വരെ ഞങ്ങൾ വളരെ ഹാപ്പി ആയിരുന്നു. പക്ഷെ കല്യാണത്തിന് ശേഷം ഞങ്ങൾക്ക് ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ കാര്യമായിട്ടുള്ള സമയം കിട്ടിയില്ല. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് മറ്റു എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഞങ്ങൾക്ക് വളരെ കൂടിയേ തീരൂ എന്ന് പറഞ്ഞ് നമ്മൾ സെർച്ച് ചെയ്ത സമയത്ത് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് സുധീഷ് മാർനാടാണ് ഞങ്ങൾക്ക് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പറഞ്ഞു തന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് വളരെയധികം, ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പെയിൻ ആയിരുന്നു ഞങ്ങൾക്ക് ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഞങ്ങളുടെ വലിയൊരു പെയിൻ ആയിരുന്നു. അപ്പോൾ സുധീഷ് മാർനാട് ഈ ഓപ്പർച്യൂണിറ്റി പ്രസന്റ് ചെയ്ത സമയത്ത് അതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, ഇതിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ നോക്കുന്ന ഒരുമിച്ചുള്ള ആ ഒരു എന്താ പറയാ സമയം കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. സോ ഞങ്ങൾ ഈ പ്രോജക്റ്റ് വളരെ സീരിയസ് ആയിട്ട് ടേക്കപ്പ് ചെയ്തു. ഞങ്ങൾ ഇന്ന് ഞാനിന്ന് ഒരു ഫുൾ ടൈം ഹസ്ബൻഡാണ്. ഞാൻ വളരെയധികം ലൈഫ് എൻജോയ് ചെയ്യുന്നു. എനിക്ക് എൻ്റെതായിട്ടുള്ള രീതിയിൽ എന്നെ കൺട്രോൾ ചെയ്യാൻ വേറൊരു ബോസോ മറ്റൊരാളോ ഇല്ല എന്നുള്ള രീതിയിൽ എനിക്ക് എൻ്റെ ലൈഫിനെ പൂർണ്ണമായിട്ടും ഫുൾ ഫ്രീഡത്തോട് കൂടിയിട്ട്, ഫിനാൻഷ്യൽ ഫ്രീഡം, അതുപോലെ തന്നെ സമയത്തിലുള്ള ഫ്രീഡം, ദെൻ ആരോഗ്യം, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് നേടിക്കൊണ്ട് ഞങ്ങൾക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നു. സോ ഈ ഒരു സ്റ്റോറി, എൻ്റെ സ്റ്റോറി ഞാൻ അവരുമായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ മനസ്സിൽ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അവരുടെ അടുത്ത് ഇനി നമുക്ക് വേണ്ടത് അവരെ നമ്മുടെ സ്റ്റോറിയുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രൊജക്റ്റുമായിട്ട് അവരെ റിലേറ്റ് ചെയ്യിക്കലാണ് നമ്മുടെ ആവശ്യം. എന്നിട്ട് നമുക്ക് അവരുടെ അടുത്ത് അതിനുള്ള ഏറ്റവും നല്ലൊരു മാർഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ റോൾ ഒന്ന് മാറുക. നമ്മൾ മറ്റേത് പറയുന്ന സമയത്ത് ഇങ്ങനെയാണ് ഇരുന്ന് സംസാരിച്ചതെങ്കിൽ നമ്മൾ സംസാരിച്ചതിന് ശേഷം നമ്മൾ ഇങ്ങനെ ബാക്കിലേക്ക് നീങ്ങാം. എന്നിട്ട് ചോദിക്കുക, സർ മാഡം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങൾക്കൊരു പുതിയൊരു പ്രോജക്റ്റ് കയ്യിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന എന്ത് കാര്യമാണുള്ളത്? ഞാനൊരു കാര്യം കൂടെ പറയാം. നമ്മുടെ ഈ പ്രോജക്റ്റിൽ പല ആളുകളും കടന്നു വരുന്നത് പല കാര്യങ്ങളെ കൊണ്ടാണ്. ചില ആളുകൾക്ക് ഒരു എക്സ്ട്രാ ഇൻകം ക്രിയേറ്റ് ചെയ്യാന്നുള്ള ലെവലിലാണ്. ചില ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുക, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി കിട്ടുക എന്നുള്ളതാണ്.
ചില വ്യക്തികൾക്ക് ഫോറിൻ ട്രിപ്പ് പോലാണ്, ചില വ്യക്തികളെ സംബന്ധിച്ച് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് സ്വന്തമായിട്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യമായിട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ലിസ്റ്റിൽപ്പെട്ട ഇതിന് പറയുന്ന പേരാണ് പ്രൈമറി മോട്ടിവേറ്റിംഗ് ഫാക്ടർ. ജീവിതത്തിൽ എല്ലാവരും എന്ത് കാര്യം ചെയ്യുന്ന സമയത്തും അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിലേതെങ്കിലും കാര്യമായിരിക്കും. നമ്മളെ സംബന്ധിച്ച് പലപ്പോഴും പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഡോക്ടറാണ്, നമ്മളുടെ ഒരു പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കൺസൾട്ടന്റ് ആയിട്ട് മാറണം എന്നാണ് പറയാ. ഒരു ബെസ്റ്റ് ഡയറക്ട് സെല്ലർ എന്ന് പറഞ്ഞാൽ നല്ലൊരു കൺസൾട്ടന്റ് ആയിട്ട് മാറണം. എന്താണ് കൺസൾട്ടന്റിന്റെ പണി? നിങ്ങളൊരു ഡോക്ടറെ കാണാൻ പോയി, എന്താ പോകുന്നത്, ഞാൻ ഒന്നുമില്ല ഡോക്ടറെ, ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. അപ്പൊ എന്നാ ശരി, ഡോക്ടർ അപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു പ്രിസ്ക്രിപ്ഷൻ എഴുതി നിങ്ങളുടെ കയ്യിൽ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഡോക്ടറെ കുറിച്ച് വല്ല വാല്യൂ ഉണ്ടായിരിക്കുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ പറയുന്നത് കേൾക്കാത്ത ഒരു ഡോക്ടറെ നിങ്ങൾക്ക് വിലയില്ല എങ്കിൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഡയറക്ട് സെല്ലർ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്? നിങ്ങൾ അവിടെ ആ വ്യക്തിക്ക് വേണ്ട കാര്യമാണ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കേണ്ടത്, അല്ലേ? അപ്പൊ ആ വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് പിന്നെ പുതിയ ആളുകളെ കാണലാണ് അദ്ദേഹത്തിന്റെ ആവശ്യമെങ്കിൽ, അല്ലെങ്കിൽ നല്ല ആരോഗ്യം ഉണ്ടാക്കിയെടുക്കലാണ് അവരുടെ ആവശ്യമെങ്കിൽ, നിങ്ങൾ ഫിനാൻഷ്യൽ ഫ്രീഡത്തിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ ഒരു ചലനവും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ വ്യക്തിക്ക് എന്താണ് വേണ്ടത് എന്നാണ് നമുക്ക് അറിയേണ്ടത്. എന്താണെന്ന് അറിയാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം നമ്മൾ അവരുടെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കലാണ്. അപ്പോൾ നമുക്ക് അവരുടെ അടുത്ത് പറയാം, പല ആളുകളും ഈ പല കാരണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രോജക്റ്റിലേക്ക് വന്നത്. ഞാൻ ഇതിലേക്ക് വന്നത് ടൈം ഫ്രീഡം, എനിക്ക് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് എൻ്റെ ഫാമിലിയുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ് എൻ്റെ ആവശ്യം, ഇതായിരുന്നു എന്നുള്ള ലെവലിൽ പറഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് അല്ലെങ്കിൽ അടുത്ത പോയിന്റിലേക്ക് പോവാം. എന്താണ് അവർക്ക് വേണ്ടത്? എന്താണ് അവർക്ക് വേണ്ടത്? അതിനുള്ള ഏറ്റവും നല്ലൊരു മാർഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരുടെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കാം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യൂസ് തേർഡ് പാർട്ടി അപ്രോച്ച്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ, സപ്പോസ് ഇപ്പോൾ അദ്ദേഹം ഒരു ഡോക്ടർ ആണെങ്കിൽ നമുക്ക് അദ്ദേഹത്തിന്റെ അടുത്ത് പറയാം, ഇപ്പൊ നമുക്ക് ചില ആളുകൾ ഇങ്ങനെയും ചില മിസ്റ്റേക്ക് ചെയ്യും. അതായത് ഡോക്ടറാണ്, മിക്കവാറും എല്ലാ ഡോക്ടേഴ്സും ഇവിടെ ഈ പ്രൊജക്റ്റിലേക്ക് വരുന്നത് ടൈം ഫ്രീഡത്തിന് വേണ്ടിയിട്ടാണ്. സാറിനെ സംബന്ധിച്ച് ടൈം ഫ്രീഡം ആയിരിക്കും വേണ്ടത് അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അദ്ദേഹം എന്ത് പറയും? ഇല്ല, എന്നെ സംബന്ധിച്ച് വലിയ പ്രശ്നമൊന്നുമില്ല, ഞാൻ വളരെയധികം ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഞാൻ ഈ പ്രൊഫഷൻ വളരെ എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, എനിക്ക് അത്യാവശ്യത്തിലധികം നല്ല ഫ്രീഡം ഉണ്ട് എന്നുള്ള രീതിയിലായിരിക്കും അവർ ഇങ്ങോട്ട് പറയുന്നുണ്ടാവുക. അപ്പോൾ ഒരിക്കലും നമ്മൾ അങ്ങനെ പറയരുത്. മറിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്ക് വേണ്ടത് പോസിറ്റീവ് ആയിട്ടുള്ള ആൻസർ ആണ് വേണ്ടെങ്കിൽ നമ്മൾ നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, നെഗറ്റീവ് ആയിട്ടുള്ള ആൻസർ ആണ് വേണ്ടെങ്കിൽ നമ്മൾ പോസിറ്റീവ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഇപ്പൊ നമ്മളൊരു വളരെയധികം ബിസി ആയിട്ടുള്ള വളരെ നല്ല രീതിയിൽ പിന്നെ ഒരു മാർക്കറ്റിംഗ് സ്റ്റാഫ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വലിയൊരു ഭാഗ്യമാണ്, കാരണം നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്ഥലങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും, ഒരുപാട് സ്ഥലത്ത് പുതിയ പുതിയ ആളുകളെ മീറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കും, നിങ്ങളൊക്കെ വളരെ ലക്കിയാണല്ലേ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അദ്ദേഹം പറയുന്നുണ്ടാവുക, എന്ത് ഭാഗ്യം, നമ്മളെ സംബന്ധിച്ച് ഇതൊക്കെ ഭയങ്കര മടുപ്പാണെന്നേ എന്നുള്ള രീതിയിലാണ് അവര് നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് പറയാ. നേരെ തിരിച്ച് ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര യാത്രയാവൂലേ, ഏത് സമയത്തും ഇങ്ങനെ വീട്ടിൽ കയറാൻ സമയം ഉണ്ടാവില്ലല്ലോ എന്നാണ് നമ്മൾ ചോദിച്ചത് എങ്കിൽ അപ്പൊ അവരെന്താ പറയാ? ഇല്ല, അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല, പുതിയ പുതിയ സ്ഥലങ്ങളൊക്കെ കാണാലോ, വളരെ നമുക്ക് എൻജോയ് ചെയ്ത് പോവാലോ, നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ, നിങ്ങളുടെ വീട്ടിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കൂ, നിങ്ങളുടെ കുട്ടികളുടെ അടുത്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ, നിങ്ങൾ കാണുന്ന ഏതൊരാളുടെ അടുത്തും നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കോളൂ. നെഗറ്റീവ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവർ പോസിറ്റീവ് ആൻസർ തരും, പോസിറ്റീവ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ആൻസർ വരും. നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിലാണ് ഇതിന്റെ എല്ലാത്തിനെയും കളിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇതാണ് ഒരു മെത്തേഡ്. മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ പറയാം, തേർഡ് പാർട്ടി അപ്രോച്ച് എന്ന് പറയാം. തേർഡ് പാർട്ടി അപ്രോച്ച് എന്ന് പറയണമെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ഡോക്ടറെയാണ് മീറ്റ് ചെയ്യുന്നത്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയാം, ഇപ്പോൾ നമ്മളുടെ ഈ പ്രോജക്റ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള നിരവധി ഡോക്ടേഴ്സ് ഉണ്ട്, വളരെയധികം അവരെ സംബന്ധിച്ച് ഈ പ്രോജക്റ്റിലേക്ക് വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അവർക്ക് അവരുടെ ജീവിതത്തിൽ അവർ മിസ് ചെയ്യുന്ന വളരെ വലിയൊരു കാര്യമാണ് അവരാഗ്രഹിക്കുന്ന രീതിയിൽ അവർക്ക് അവരുടെ സമയം സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇനി നമുക്കൊരു എംപ്ലോയി ആണ് മീറ്റ് ചെയ്യുന്നതെങ്കിൽ അവരുടെ അടുത്ത് നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ്, ഇന്ന് മിക്കവാറും എംപ്ലോയീസ് ഈ പ്രോജക്റ്റിലേക്ക് വരുന്നത് അവർ നേടുന്ന വരുമാനത്തിന്റെ കൂടെ കുറച്ചും കൂടി ഒരു അഡീഷണൽ വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് വ്യക്തികൾ അത്തരത്തിലൊരു പ്രോജക്റ്റും അല്ലെങ്കിൽ അത്തരത്തിൽ ചിന്തകളുമായിട്ടാണ് നമ്മളുടെ ഈ പ്രോജക്റ്റിലേക്ക് വരുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ഏത് ഘടകമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിച്ചത്? നമ്മൾ നേരത്തെ സംസാരിച്ച സമയത്ത്
ഒരു 9-10 പ്രൈമറി മോട്ടിവേറ്റിംഗ് ഫാക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റോറി ഷെയർ ചെയ്തു. എനിക്ക് വേണ്ടിയിരുന്നത് ടൈം ഫ്രീഡം ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ നമ്മളുടെ ഈ പ്രോജക്റ്റിലേക്ക് പല ആളുകളും കടന്നു വരുന്നത് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ഏത് ഘടകമാണ് ഉള്ളത്? അപ്പൊ അതിലൂടെ നമ്മൾ ലക്ഷ്യം എന്താ? ഹോട്ട് ബട്ടൺ കണ്ടെത്തലാണ്. ഹോട്ട് ബട്ടൺ എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് വേണ്ടത് എന്താണെന്ന് കണ്ടെത്തണം. നമുക്ക് ആദ്യം അദ്ദേഹത്തിന് മരുന്ന് നമുക്ക് കൊടുക്കണമെങ്കിൽ ആദ്യം നമുക്ക് അദ്ദേഹത്തിന് വേണ്ട ആ കാര്യം എന്താണെന്ന് നമ്മൾ അറിയണ്ടേ. അപ്പൊ അതിനാണ് നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അദ്ദേഹത്തിന്റെ അടുത്ത് അദ്ദേഹം പറയുകയാണ്, എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് കുറച്ചും കൂടെ എനിക്ക് എൻ്റെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ഒരു ഫിനാൻഷ്യലി സെക്യൂർഡ് ആയിട്ട് മാറണം, എനിക്ക് കുറച്ചും കൂടെ ഫിനാൻഷ്യലി ഫ്രീ ആയിട്ട് മാറണം എന്നുള്ള തരത്തിൽ അദ്ദേഹം ഇതിലേതെങ്കിലും ഒരു പോയിന്റ് അദ്ദേഹം പറയുന്നുണ്ടായിരിക്കും. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്ന മറുപടി വളരെ പോസിറ്റീവ് ആയിരിക്കും. നിങ്ങൾ വേണമെങ്കിൽ, ഞാനിത് കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് വളരെയധികം എഫക്റ്റീവായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ ഈ ഒരു ഓഡിയോ കേട്ടതിന് ശേഷം, ഡ്രീം ബിൽഡിംഗ് എക്സസൈസ് എന്ന് പറയുന്ന ഓഡിയോ കേട്ടതിന് ശേഷം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് ഇങ്ങനെ അല്ലാതെ ഒരിക്കലും ഒരു ആൻസർ പോലും നിങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അദ്ദേഹം പറയാണ്, എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഫിനാൻഷ്യലി സെക്യൂർഡ് ആയിട്ട് മാറുക. 2, നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റി ഇംപ്രൂവ് ചെയ്യാം. ഇങ്ങനെ 2 കാര്യങ്ങളാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത്. ഇവിടെയാണ് നമ്മൾക്ക് ഡയറക്റ്റ് സെല്ലിങ്ങിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക, വിശ്വവിഖ്യാതമായിട്ടുള്ള ഒരു ബുക്കാണ് ക്വസ്റ്റ്യൻസ് ആർ ദി ആൻസേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു, ചോദ്യങ്ങൾ തന്നെയാണ് ഉത്തരം എന്നുള്ള പറയുന്ന ഒരു ബുക്ക് ഉണ്ട്. ആ ബുക്കിൽ പറയുന്ന ഒരു 5 ഗോൾഡൻ ക്വസ്റ്റ്യൻസ് എന്നാണ് പറയുക. 5 ഗോൾഡൻ ക്വസ്റ്റ്യൻസ്. ഈ 5 ഗോൾഡൻ ക്വസ്റ്റ്യൻസിനെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇവിടെയാണ്. കാരണം ഈ 5 ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിന് പിന്നെ മറ്റൊരു ഓപ്ഷൻ, നോ പറയാൻ മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമുക്ക് ആദ്യം തന്നെ എത്തിക്കാൻ സാധിക്കും. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഒരു വ്യക്തി ബിസിനസിന്റെ പ്ലാൻ കഴിഞ്ഞതിന് ശേഷമാണ് ക്ലോസിങ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പറയും. പക്ഷേ ഞാൻ പറയാം അങ്ങനെയല്ല. പ്ലാൻ കൊടുക്കുന്നതിന് മുൻപ് തന്നെ നമുക്ക് ആ ഒരു ബിസിനസ് ക്ലോസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ബിസിനസ് ക്ലോസ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു മാർഗം? നമ്മൾ ആ ബിസിനസിന്റെ പ്ലാനിന് മുൻപ് തന്നെ അദ്ദേഹത്തിന് ഇനി ഈ പറയുന്ന ഈ പ്ലാൻ കൊടുത്തു കഴിഞ്ഞാലും നോ പറയാൻ പറ്റാത്ത രീതിയിലേക്ക് അദ്ദേഹത്തിനെ മാറ്റണമെങ്കിൽ നമ്മൾ പഠിക്കേണ്ട ഈ 5 ക്വസ്റ്റ്യൻസ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. അതിൽ എന്താണ് 5 ക്വസ്റ്റ്യൻസ്? ഇപ്പൊ നമ്മൾക്ക് പ്രൈമറി മോട്ടിവേറ്റിംഗ് ഫാക്ടറുകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അപ്പൊ അദ്ദേഹം പറയാണ്, എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യം ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ആണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്നിട്ട് അടുത്ത ഒരു കാര്യം ചോദിക്കാം, എന്തുകൊണ്ടാണ് നിങ്ങൾ അത് സെലക്ട് ചെയ്യാനുള്ള കാരണം? നമ്മൾ വളരെയധികം പൊളൈറ്റ് ആയിട്ട്, വളരെയധികം കാഷ്വൽ ആയിട്ട് സംസാരിക്കുക. അല്ലാതെ നമ്മളൊരു ഇന്റർവ്യൂവറെ മോഡല്, ആ ഒരു ഇന്റർവ്യൂവറുടെ മോഡലിൽ നമ്മളിരുന്ന് എന്തുകൊണ്ട് നിങ്ങൾ അത് സെലക്ട് ചെയ്തു അങ്ങനെ ചോദിക്കരുത്. വളരെയധികം കാഷ്വൽ ആയിട്ട്, ഫ്രണ്ട്ലി ആയിട്ട് ചോദിക്കുക. എന്താണ് നിങ്ങൾ ഇത് സെലക്ട് ചെയ്യാനുള്ള കാരണം? ഈ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി എന്താ സെലക്ട് ചെയ്യാനുള്ള റീസൺ എന്താ? അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അദ്ദേഹം പറയുന്നുണ്ടായിരിക്കും, ഫിനാൻഷ്യൽ നമ്മൾ സാമ്പത്തികമായിട്ടൊക്കെ എന്തെങ്കിലും ഒരു മാറ്റിവെപ്പും അല്ലെങ്കിൽ നീക്കിവെപ്പൊക്കെ ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് ഇനിയുള്ള കാലഘട്ടത്തിൽ, കാരണം ചെലവൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്നു, ഓരോരോ പുതിയ എക്സ്പെൻസുകൾ ഓരോ ആഴ്ചയിലും ഓരോ മാസത്തിലും വന്നുകൊണ്ടിരിക്കുന്നു, എല്ലാത്തിനും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി സെലക്ട് ചെയ്യാനുള്ള റീസൺ. മാത്രമല്ല, നമുക്കിപ്പോൾ ഒരു വീട് വെക്കണമെങ്കിലോ അല്ലെങ്കിൽ നല്ലൊരു വണ്ടി വാങ്ങണമെങ്കിലോ ഒക്കെ നമുക്ക് എന്ത് ഇമ്പോർട്ടൻ്റ് ആണ്? സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഒരു നീക്കിയിരിപ്പില്ലാതെ നമുക്കിതൊരിക്കലും നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുന്നുണ്ടായിരിക്കും. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചാലേ ഇത് പറയുള്ളൂ. അതല്ല എങ്കിൽ നമ്മൾ ഒരിക്കലും അസുഖമറിയാതെ മരുന്ന് നിർദ്ദേശിക്കരുത്. അപ്പോൾ ആ അസുഖം എന്താണെന്ന് കണ്ടെത്താനുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ് കൂടുതൽ ചോദ്യം ചോദിക്കുക. ഒരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം നിങ്ങളുടെ അടുത്ത് ചോദിക്കും, നിങ്ങൾ എന്ത് ഭക്ഷണമാണ് കഴിച്ചത്, എപ്പോൾ മുതൽ തുടങ്ങി, എത്ര നാളായിട്ട്, ഇതിനു മുൻപ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, ശരിക്കും ഇത് തന്നെയാണോ നിങ്ങളുടെ പ്രശ്നം, മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള രീതിയിൽ, മറ്റെന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. എന്ന് പറയണ പോലെയാണ് ഈ 5 ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദിക്കാവുന്ന കാര്യം, എന്താണ് നിങ്ങൾ ഇത് സെലക്ട് ചെയ്യാനുള്ള റീസൺ? അപ്പൊ അദ്ദേഹത്തിൻ്റെതായുള്ള കാരണങ്ങൾ പറയുന്നുണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഈ പറഞ്ഞ കാര്യത്തിനെ ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കലാണ്. അപ്പൊ ഇദ്ദേഹം ഒരു 5 തവണ ഇതെനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് മരുന്ന് തരൂ എന്നുള്ള രീതിയിൽ പറയുന്നതിന് തുല്യമാണ്
നമ്മൾ ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്, എന്തുകൊണ്ടാണ് ഇത് സെലക്ട് ചെയ്തത്. രണ്ടാമത് എന്തുകൊണ്ടാണ്, ഓക്കെ, നമ്മൾ ആദ്യം ചോദിച്ചു വാട്ട് ഈസ് യുവർ നമ്പർ 1 പ്രയോറിറ്റി, അതാണ് ഫസ്റ്റ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. രണ്ടാമത് ചോദിച്ചതാണ് എന്തുകൊണ്ടാണ് ഇത് സെലക്ട് ചെയ്തത്. മൂന്നാമത് ചോദിക്കുന്ന കാര്യമാണ് ശരിക്കും അത്, ഇപ്പൊ നമ്മൾക്ക് ഇതിൽ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ വൈ ഈസ് ദാറ്റ് ഇമ്പോർട്ടൻറ്റ് ടു യു എന്നുള്ളതാണ് നമ്മൾ അതിൽ ഇംഗ്ലീഷ് ബുക്കിൽ പറയുന്നത്. നമ്മൾ അത് അതുപോലെ തന്നെ മലയാളത്തിൽ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ശരിയാവില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചോദിക്കാവുന്ന ഒരു കാര്യം, ഞാൻ ചോദിക്കാറുള്ള രീതിയാണ് പറയുന്നത്, ശരിക്കും അത് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണോ, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുക എന്ന് പറയുന്നത് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണോ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കടമയാണ് ഞാൻ പറഞ്ഞ കാര്യം ശരിയാണ് എന്നുള്ളത് എൻ്റെ അടുത്ത് പ്രൂവ് ചെയ്യല്, അല്ലെ? ഇതൊരു സൈക്കോളജിയാണ് കേട്ടോ. അദ്ദേഹം പറഞ്ഞ കാര്യം ശരിയാണ്, എനിക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് എന്നുള്ളത് പ്രൂവ് ചെയ്യല് അദ്ദേഹത്തിന്റെ ആവശ്യമാണ്. അപ്പോൾ അദ്ദേഹം പറയാണ് ശരിക്കും പിന്നെന്താ, നമുക്ക് ഇത് വളരെ അത്യാവശ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇന്ന് അദ്ദേഹത്തിന്റെ കൂടുതൽ കാരണങ്ങൾ പറയും. ഇപ്പോൾ സാമ്പത്തികമായിട്ട് നമുക്ക് വലിയ സ്റ്റെബിലിറ്റി ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫ്രീഡം ഇല്ല എങ്കിൽ നമുക്ക് എല്ലാ കാര്യത്തിലും അത് ബാധിക്കുന്നുണ്ടാവും. നമ്മുടെ ഫാമിലി ലൈഫിൽ വരെ നമുക്കത് ബാധിക്കുന്നുണ്ടാവും. ഇപ്പോൾ വൈഫിന് നല്ലൊരു ഡ്രസ്സ് എടുക്കണമെങ്കിലോ, അല്ലെങ്കിൽ നല്ലൊരു സ്ഥലത്തേക്ക് ട്രിപ്പ് പോകണമെങ്കിലോ, അല്ലെങ്കിൽ കുട്ടികളെക്ക് നല്ലൊരു രീതിയിൽ എഡ്യൂക്കേഷൻ കൊടുക്കണമെങ്കിലോ, അവർക്ക് നല്ല രീതിയിൽ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണമെങ്കിലോ ഒക്കെ മസ്റ്റായിട്ട് വേണ്ട ഒരു കാര്യമാണ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി. അപ്പോൾ ഇതിനൊക്കെ വേണ്ട ഒരു കാര്യമാണ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം വീണ്ടും വീണ്ടും പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണ് നിങ്ങളുടെ അടുത്ത്, എന്നെ സംബന്ധിച്ച് എനിക്ക് അസുഖമുണ്ട്, എനിക്ക് മരുന്ന് തരൂ എന്നുള്ള രീതിയിൽ അദ്ദേഹം വീണ്ടും വീണ്ടും നമ്മുടെ അടുത്ത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഓക്കെ, ഇത് ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ ഇതില്ല എങ്കിൽ, ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ള രീതിയിൽ, ഇത് അത്രമാത്രം പ്രശ്നമുള്ള ഒരു കാര്യമാണോ? നമ്മൾ നേരത്തെ ചോദിച്ചത് ശരിക്കും അത് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചു. വീണ്ടും ചോദിക്കുന്നു ഇത് അത്രയ്ക്ക് പ്രശ്നമുള്ള ഒരു കാര്യമാണോ ഇതില്ല എങ്കിൽ. അപ്പൊ അദ്ദേഹം വീണ്ടും പറയും പിന്നെ എന്താ പറയാ, ഇത് അത്രയും പ്രശ്നം തന്നെയാണ്, എനിക്ക് അത്രയും പ്രശ്നമുണ്ട്, സോ എനിക്ക് വീണ്ടും വീണ്ടും മരുന്ന് തരൂ എന്നുള്ള രീതി. ആദ്യം നമ്മൾ ചോദിച്ചു നിങ്ങൾ ഏതാണ് ഇതിൽ, നിങ്ങൾ ഇതിൽ ഏതാ സെലക്ട് ചെയ്യുന്നത്, ദെൻ എന്തുകൊണ്ടാണ് ഇത് സെലക്ട് ചെയ്തത്. വീണ്ടും ചോദിക്കുന്നു ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണോ. നാലാമത് ചോദിക്കുന്നു ഇത് അത്രയ്ക്ക് പ്രശ്നമുള്ള ഒരു കാര്യമാണോ. ചോദ്യങ്ങൾ രണ്ടും രണ്ട് രീതിയാണ്, രണ്ട് ആൻസർ ആണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, ഇതില്ല എങ്കിൽ, നമ്മളുടെ കയ്യിൽ ഈ ഓപ്പർച്യൂണിറ്റി ഇല്ല എങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ, ഇപ്പൊ സപ്പോസ് നിങ്ങൾക്ക് വേണ്ടത് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ആണ്, നമ്മളുടെ ഈ പ്രൊജക്റ്റിലൂടെ അല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നോക്കുന്ന ഫിനാൻഷ്യൽ സെക്യൂരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രൊജക്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടോ. സപ്പോസ് ഈ പ്രൊജക്റ്റ് കൂടെ ഇല്ല എങ്കിൽ, ഇങ്ങനെ പറയണം, ഈ പ്രൊജക്റ്റ് കൂടെ ഇല്ല എങ്കിൽ നിങ്ങൾ എങ്ങനെ ഇത് അച്ചീവ് ചെയ്യുമായിരുന്നു. അപ്പൊ അദ്ദേഹം പറയും ഇല്ല, എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ കയ്യിൽ മിക്കവാറും ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് പ്രോജക്റ്റുകൾ ഉണ്ട്, പക്ഷെ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും നമുക്ക് പൈസ വേണ്ടേ, എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യണമെങ്കിലോ എന്തെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ചെയ്യണമെങ്കിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് മറ്റൊരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അത് സാധിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത് എന്നുള്ള രീതിയിലേക്കുള്ള മറുപടി അദ്ദേഹം പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള, ഞാനിപ്പോൾ ഇവിടെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത് എനിക്ക് എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള രീതിയിൽ ഞാൻ പ്രസന്റ് ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞ റിസൾട്ട് വരുമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഈ ക്വസ്റ്റ്യൻസിനെ ഒന്ന് ഡിസൈൻ ചെയ്യാം. ഡിസൈൻ ചെയ്തിട്ട് നിങ്ങൾ പ്രസന്റ് ചെയ്ത് നോക്കൂ. ഇത് നിങ്ങൾക്ക് വളരെയധികം നിർണായകമായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ബിസിനസ് ലൈഫിൽ വളരെയധികം വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന 5 ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തും ഉപയോഗിക്കാം, നല്ല രീതിയിലുള്ള റിസൾട്ടും എടുക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു ഹോട്ട് ബട്ടൺ കണ്ടെത്താൻ സാധിച്ചു. ആ ഹോട്ട് ബട്ടൺ, ഈ 5 ക്വസ്റ്റ്യൻസ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അദ്ദേഹത്തിന് ആ ഒരു എന്താ പറയുക, ആ ഒരു ഹോട്ട് ബട്ടൺ പ്രസ് ചെയ്തതിന് തുല്യമാണ്. നമുക്ക് പണി വളരെ എളുപ്പമായി. ഇനി നമ്മൾ അടുത്ത പ്രോസസ്സിലേക്ക്, ഓക്കെ, ഇനി അടുത്തൊരു പ്രോസസ്സിലേക്ക് കടക്കേണ്ടത് മറ്റൊന്നുമല്ല, ട്രാൻസ്ഫർ ദി ഫെയ്ത്ത്. അദ്ദേഹത്തിന് ഇനി നമ്മൾ കൊടുക്കേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിശ്വാസമാണ് കൊടുക്കേണ്ടത്. നമുക്കിവിടെ നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു
വിന്നിങ് ടീമിന്റെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് പ്രൊഫൈൽ ഓഫ് സക്സസ്. ഈ പ്രൊഫൈൽ ഓഫ് സക്സസ് ഇല്ലാതെ ഒരു നമ്മൾ പറയില്ലേ ഒരു യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൂൾ ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ആയുധം ഇല്ലാതെ യുദ്ധം ചെയ്യാൻ പോകുന്നതിന് തുല്യമാണ് പ്രൊഫൈൽ ഓഫ് സക്സസ് ഇല്ലാതെ ഒരു പ്ലാൻ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇവിടെ നമ്മൾ പലപ്പോഴും ഏത് സമയത്ത് വേണമെങ്കിലും ഏത് ആയുധം വേണമെങ്കിൽ പുറത്തെടുക്കാം. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ പ്രൊഫൈൽ ഓഫ് സക്സസ് നിങ്ങൾക്ക് ആദ്യമേ പുറത്തെടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പൊ സപ്പോസ് അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ ഡോക്ടർ ആണെങ്കിൽ ആ ഡോക്ടർ എന്ന് പറയുന്ന രീതിയിലുള്ള നിരവധി വ്യക്തികളെ നിങ്ങൾക്ക് അവിടെ കാണിച്ചു കൊടുക്കാൻ പറ്റും. ഞാൻ അദ്ദേഹത്തിന് വേണ്ടത് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ആണെങ്കിൽ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി നേടിയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള, പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ പ്രൊഫഷനിൽ ഉള്ള വ്യക്തികളാണെങ്കിൽ വളരെ നന്നായി, ഡിഫറെന്റ് ആയിട്ടുള്ള വ്യക്തിത്വങ്ങളെ നമുക്ക് അവിടെ കാണിച്ചു കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഒരു വ്യക്തിക്ക് ഫെയ്ത്ത്, വിശ്വാസം കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഓട്ടോമാറ്റിക്കായിട്ട് അദ്ദേഹത്തിന് വളരെയധികം കോൺഫിഡൻസ് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഫെയ്ത്ത് കൊടുക്കുന്നതിന്റെ റിസൾട്ടാണ് കോൺഫിഡൻസ് വരൽ എന്ന് പറയുക. അപ്പോൾ അദ്ദേഹത്തിനെ കോൺഫിഡന്റ് ആക്കി മാറ്റണം, അതിന് കൊടുക്കേണ്ട ഒരു ബെസ്റ്റ് ടൂളാണ് ഇത്. ആരൊക്കെ നേടിയിട്ടുണ്ട്, അദ്ദേഹത്തിന് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന, അദ്ദേഹത്തിന് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന, അദ്ദേഹത്തിന്റെ പ്രൊഫഷനിലുള്ള നിരവധി വ്യക്തിത്വങ്ങൾ ഇത് അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അദ്ദേഹം ആ ഒരു ട്രാക്കിലേക്ക് അദ്ദേഹത്തിന് ഒരു വിശ്വാസം വരുത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അടുത്തത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, യൂസ് മാജിക് വേർഡ്സ്. മാജിക് വേർഡ്സ് എന്ന് പറയണമെങ്കിൽ എന്താ, ഒരു വ്യക്തിയെ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് സ്ട്രോക്ക് എന്ന് പറയും. പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം അദ്ദേഹത്തിന്റെ അടുത്ത് പോസിറ്റീവ് ആയിട്ടുള്ള വാക്കുകൾ സംസാരിക്കലാണ്. നമ്മൾ പല ആളുകളും വളരെ എക്സ്പേർട്ടാണ് എന്ത്, ഒരാളെ നെഗറ്റീവായുള്ള വാക്കുകൾ, നിനക്കൊക്കെ വല്ലതും പറ്റുമോടാ, നീയൊക്കെ എന്തു ദുരന്തമാടാ, അല്ലെങ്കിൽ നിനക്കൊക്കെ നമ്മളെ കൊണ്ടൊക്കെ ഇത്രയൊക്കെ പറ്റുള്ളൂ. അവർ ജനറലൈസ് ചെയ്യും ചില ആളുകൾ, നമ്മളൊക്കെ സാധാരണക്കാരാണ്, ഇതൊക്കെ സാധാരണക്കാർക്ക് പറ്റുന്ന കാര്യമല്ല. ഈ രീതിയിലൊക്കെ പല കാര്യങ്ങൾ, പക്ഷെ അതൊക്കെ നെഗറ്റീവ് സ്ട്രോക്കുകളാണ്. പക്ഷെ പോസിറ്റീവ് സ്ട്രോക്കുകൾ എന്താണ്, ലെറ്റ്സ് ഡു ഇറ്റ്, നമുക്ക് ചെയ്യാമെന്ന്, നമുക്കിത് എന്തായാലും ഗംഭീരമാക്കിയിട്ട് വളരെ നല്ല രീതിയിൽ ഇത് ചെയ്യാം. അതുപോലെ തന്നെ വി ആർ വിത്ത് യു. ഞാൻ ഈ ബിസിനസ്സിലെ ഏറ്റവും കൂടുതൽ വില മതിക്കുന്ന ഒരു വാക്കമാണ് ബിസിനസ് ഈസ് സിമ്പിൾ, വി ആർ വിത്ത് യു. ബിസിനസ് വളരെ സിമ്പിളാണ്, നമുക്ക് ഒരുമിച്ച് ചെയ്യാം, ഞങ്ങൾ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഈ ഡ്രീം അച്ചീവ് ചെയ്യല് ഇപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. ഞാനും നിങ്ങളും മാത്രമല്ല, ഒരു വലിയൊരു ഓർഗനൈസേഷൻ നിങ്ങളെ ഈ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള രീതിയിൽ. ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയിൽ അദ്ദേഹം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നല്ലൊരു വീട് വെക്കൽ അല്ലെങ്കിൽ നല്ലൊരു കാറ് വാങ്ങലെങ്കിൽ, അപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ വീട് വെക്കൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കാറ് വാങ്ങൽ നമ്മളുടെ ടോട്ടൽ ഓർഗനൈസേഷൻ്റെ ഒരു ആവശ്യമാണ്. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങളെപ്പോലുള്ളൊരു വ്യക്തി ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കൂടെ അതൊരു വലിയൊരു അഭിമാനമാണ്. വി നീഡ് യു. ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളെപ്പോലുള്ളൊരു വ്യക്തി ഞങ്ങളുടെ കൂടെ ഉണ്ടാവുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം അഭിമാനമുണ്ട്. എന്തുകൊണ്ട് പറഞ്ഞുകൂടാ, എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ചില ആൾക്കാരുടെ പ്രശ്നമുണ്ട്, ഈ മറ്റൊരാളെ പോസിറ്റീവായിട്ട് എൻകറേജ് ചെയ്യാൻ ആർക്കാണ് ബുദ്ധിമുട്ടെന്നറിയോ, ഏറ്റവും സെൽഫ് എസ്റ്റീം കുറഞ്ഞ വ്യക്തികൾക്കാണ് അത് വളരെ കൂടുതലായിട്ട് കാണാൻ പറ്റുക. അതായത് സെൽഫ് എസ്റ്റീം വളരെ കുറവാണെങ്കിൽ മറ്റൊരാളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. മറ്റൊരാളെ അപ്രീഷിയേറ്റ് ചെയ്താൽ അവൻ വലുതും ഞാൻ ചെറുതുമായി പോവുമോ, എന്നേക്കാൾ വലിയ രീതിയിൽ എൻ്റെ ഡൗൺലൈൻ ഗ്രോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കൊച്ചായി പോകുമോ എന്നൊക്കെ ചിന്തിക്കുന്ന നിരവധി ആളുകളുണ്ട്. അങ്ങനെയൊന്നുമില്ല. എപ്പോഴും നമ്മൾ വളരെ പോസിറ്റീവായിട്ട് ഒരു വ്യക്തിയെ എൻകറേജ് ചെയ്യുക. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ മെത്തേഡ്സ് എല്ലാം നിങ്ങൾ ഉപയോഗിക്കേണ്ടത് നിങ്ങളുടെ പ്രോസ്പെക്റ്റിന്റെ അടുത്താണെങ്കിലും, നിങ്ങളുടെ പുതിയ ജോയിനീസിന്റെ അടുത്താണെങ്കിലും, നിങ്ങളുടെ ലീഡേഴ്സിന്റെ അടുത്താണെങ്കിലും. നിങ്ങളുടെ ടീമിൽ ഒരു ക്രൗൺ ഡയറക്ടർ ഉണ്ട്, അദ്ദേഹത്തിന്റെ അടുത്ത് നിങ്ങൾക്ക് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ, വി നീഡ് യു. നിങ്ങളെപ്പോലുള്ള ഒരു വ്യക്തി എനിക്ക് വളരെയധികം അഭിമാനമാണ് നിങ്ങളുമായിട്ടുള്ള അസോസിയേഷൻ. ഞാൻ പറയണത് ആ രീതിയിൽ മാജിക് വേർഡ്സ്, ഈ പവർ ഓഫ് മാജിക് വേർഡ്സ് എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്. എനിക്ക് വളരെയധികം മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള, എനിക്ക് വളരെയധികം എന്താ പറയുക, എന്നെ ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു ബുക്കാണ് പവർ ഓഫ് മാജിക് വേർഡ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള ഞാൻ പറയണത് ഈ മാജിക് വേർഡ്സിന് വളരെ പവർ ഉണ്ട്. എല്ലാവരും ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങളാണ് നമ്മൾ അവരുടെ അടുത്ത് നാം പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഫെയ്ത്ത് ട്രാൻസ്ഫർ ചെയ്തു, ദെൻ മാജിക് വേർഡ്സ് അവരുടെ അടുത്ത് നമ്മൾ ഷെയർ ചെയ്തു, ദെൻ നമ്മൾ ഫൈനലി നമ്മൾ എന്ത് ചെയ്യാണ്, മൂവ് ടുവാർഡ്സ് ദി ഡ്രീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്നിട്ട് നമ്മൾ അവരുടെ അടുത്ത് പറയും. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പറയാണ്,
നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മൾ വീണ്ടും അതിനൊന്ന് റീക്യാപ്പ് ചെയ്യുന്നു, നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി. നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിച്ചില്ല എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡ്രീം, അല്ലെങ്കിൽ സപ്പോസ് ഒരു വീട് വെക്കലാവാം, അല്ലെങ്കിൽ കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കലാവാം, ഈ കാര്യം നടത്തിയെടുക്കാൻ വളരെയധികം ചലഞ്ചിങ് ആണ്. ഇപ്പൊ നിങ്ങൾ ഓൾറെഡി പറഞ്ഞ പോലെ നമ്മളുടെ ഈ പ്രോജക്റ്റ് അല്ലാതെ നിങ്ങൾക്ക് വേറൊരു മേഖലയിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നം അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല. നമ്മളുടെ ഈ പ്രോജക്റ്റ് ആണെങ്കിൽ വളരെ സിമ്പിൾ ആണ്, എല്ലാവർക്കും ചെയ്ത് വിജയിക്കാൻ സാധിക്കുന്ന ഒരു പ്രോജക്റ്റ് ആണ്. ഇതിലൂടെ നമുക്ക് എങ്ങനെ വിജയിക്കാം, നിങ്ങളുടെ ആഗ്രഹം എങ്ങനെ നമുക്ക് ഫിനാൻഷ്യലി സെക്യൂർഡ് ആയിട്ട് മാറാം എന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പുതിയ വ്യക്തിയാണെങ്കിൽ ഫ്ലിപ്പ് ചാർട്ട് അവിടെ എടുക്കുക. ഒരു പോയിന്റ്. രണ്ട്, ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തൊരു ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ അവർക്ക് അവിടെ നമ്മൾ കൊടുക്കേണ്ട പ്ലാൻ എന്ന് പറയുന്നത് അവർക്ക് ബിസിനസ്സിൽ അടുത്ത ലെവലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അടുത്തൊരു 90 ഡേയ്സിലേക്കുള്ള ഒരു മിഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുക, അടുത്തൊരു 90 ദിവസത്തേക്കുള്ള ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി കൊടുക്കുക, അവർക്ക് ഒരു പുതിയൊരു ലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് അവിടെ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ കേസ്. മൂന്നാമത്തെ കേസാണെങ്കിൽ നിങ്ങളുടെ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലീഡറുടെ അടുത്താണ് നിങ്ങൾ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് എങ്കിൽ അവരുടെ അടുത്ത് നമ്മൾ ഒരു പുതിയൊരു LOB ലെഗ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റിനെ കുറിച്ച് അവരുടെ അടുത്ത് സംസാരിക്കാം. അവരുടെ നിലവിലുള്ള സ്ട്രക്ചർ എങ്ങനെ കൂടുതൽ പ്രോഫിറ്റബിൾ ആക്കി മാറ്റാം എന്നുള്ള രീതിയിൽ അവരുടെ അടുത്ത് സംസാരിക്കാം. അപ്പോൾ ഈ 3 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടി വരിക. പുതിയ പ്രോസ്പെക്ട്, പുതിയ ഡിസ്ട്രിബ്യൂട്ടർ, അതുപോലെ തന്നെ നിങ്ങളുടെ ലീഡേഴ്സ്. ഈ 3 രീതിയിലും നമുക്ക് ഈ ഡ്രീം ബിൽഡിംഗ് എക്സസൈസ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഇവിടെ പറയുന്നത് ഒരു പുതിയ ഡിസ്ട്രിബ്യൂട്ടർ അല്ലെങ്കിൽ പുതിയൊരു പ്രോസ്പെക്റ്റിന്റെ അടുത്ത് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ ഫ്ലിപ്പ് ചാർട്ട് എടുക്കുന്നു, പ്ലാൻ പ്രസന്റ് ചെയ്യുന്നു. പ്ലാൻ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് അതിലുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നതല്ല പ്ലാൻ. ശരിക്കുള്ള പ്ലാൻ എന്താ, ആ വ്യക്തിക്ക് എന്താണോ കേൾക്കേണ്ടത് അതിനെക്കുറിച്ച് പറയലാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയെ കുറിച്ച് പറഞ്ഞു. ഫിനാൻഷ്യൽ സെക്യൂരിറ്റി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നമുക്ക് പറയാം, ഏറ്റവും കൂടുതൽ പൈസ നിലനിൽക്കണമെങ്കിൽ നമുക്ക് കിട്ടുന്ന വരുമാനം പാസീവ് ഇൻകം ആയിരിക്കണം, റെസിജ്വൽ ഇൻകം ആയിരിക്കണം. സോ റെസിജ്വൽ ഇൻകം ഉണ്ടാക്കാനുള്ള ഏറ്റവും നല്ല മെത്തേഡ് റോബർട്ട് കിയോസാക്കി പറയുന്നതനുസരിച്ച് നല്ലൊരു ബിഗ് ബിസിനസ് ഓണറായിട്ട് മാറുക, ആ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞ് അവിടെ നിന്ന് നമുക്കിനി നല്ല രീതിയിൽ പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഗ്രോ ചെയ്യുന്ന ഇൻഡസ്ട്രികളുമായിട്ട് കണക്ട് ചെയ്യണം. അതിനാണ് ലോകത്തിൽ ഇനി ഏറ്റവും കൂടുതൽ ഗ്രോ ചെയ്യാൻ പോകുന്ന ഇൻഡസ്ട്രികൾ, വെൽനസ് ഇൻഡസ്ട്രി, ഇന്റലക്ച്വൽ ഡിസ്ട്രിബ്യൂഷൻ, ഡയറക്ട് സെല്ലിംഗ്, ഇതൊക്കെ നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതിലേറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കമ്പനിയുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഭാഗ്യം. ഈ കമ്പനിയുടെ ഏറ്റവും വലിയ ബാക്ക് ബോൺ എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്റ്റുകളാണ്. പ്രൊഡക്റ്റുകൾ ഡെമോ ചെയ്യുക, കാണിച്ചു കൊടുക്കുക, പ്ലാൻ പറയുക, പ്രൊഡക്റ്റുകൾ ഡെമോ ചെയ്യുക, ദെൻ ഓഫ് കോഴ്സ് അവരുടെ ബിസിനസ്സിൽ അവർക്ക് അടുത്ത ലെവലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവരുടെ ചില കമ്മിറ്റ്മെന്റുകൾ വാങ്ങുക. ഇപ്പൊ അവരുടെ അടുത്ത് നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന് ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ആളുകളെ പരിചയപ്പെടുത്തി തരാം. ഈ ബിസിനസ്സിൽ വിജയിച്ചിട്ടുള്ള, പ്രത്യേകിച്ച് നിങ്ങൾ പരിചയപ്പെടേണ്ട കുറച്ച് ആളുകൾ. നമ്മൾ പ്രൊഫൈൽ ഓഫ് സക്സസിൽ കുറെ ആളുകളെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ബുക്കിലുള്ള ഏതെങ്കിലും വ്യക്തി പങ്കെടുക്കുന്ന ഏതെങ്കിലും ഒരു ഇവന്റ് അടുത്ത ഒരു ദിവസം നിങ്ങളുടെ തൊട്ടടുത്ത് വരുന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രാം നമ്മൾ അവിടെ പ്രൊമോട്ട് ചെയ്യുക. ഒരു വ്യക്തിക്ക് എപ്പോഴും നമ്മൾ കൊടുക്കേണ്ട ഒരു സംഭവമാണ്, ഏത് കോള് ഒരാളെ ഫോൺ ചെയ്ത് കഴിഞ്ഞാലാണെങ്കിലും ഒരാളെ നേരിട്ട് മീറ്റ് ചെയ്താലാണെങ്കിലും ഒക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ് നെക്സ്റ്റ് ഫംഗ്ഷൻ. അടുത്ത ഫംഗ്ഷൻ പ്രൊമോട്ട് ചെയ്യുക. അടുത്ത ഫംഗ്ഷനിലേക്ക് അദ്ദേഹം വരാനുള്ള കമ്മിറ്റ്മെന്റ് നമ്മൾ എടുക്കുക. അങ്ങനെ നമ്മൾ അടുത്ത പ്രോഗ്രാം പ്രൊമോട്ട് ചെയ്തു. അദ്ദേഹം ആ പ്രോഗ്രാമിലേക്ക് എത്തി. പ്രോഗ്രാമിൽ എത്തുന്ന സമയത്ത് അദ്ദേഹത്തിന് അവിടെ ഇപ്പൊ നിങ്ങൾ ഒരു വ്യക്തിയെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ ഇദ്ദേഹം വരുന്ന വ്യക്തി ഡോക്ടർ ആണെങ്കിൽ അല്ലെങ്കിൽ എഞ്ചിനീയർ ആണെങ്കിൽ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന മറ്റേതെങ്കിലും ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ അവരുമായിട്ട് നമ്മൾ അദ്ദേഹത്തിനെ കണക്ട് ചെയ്ത് കൊടുക്കുക. അദ്ദേഹത്തിന്റെ അടുത്ത് പറയാതോ ഇദ്ദേഹം ഈ ബിസിനസ്സിൽ വളരെയധികം വിജയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ എഡിഫൈ ചെയ്തിട്ട് നമ്മൾ മറ്റൊരു വ്യക്തിയെ പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഡോക്ടർ എന്താവും പറയുന്നുണ്ടാവുക, അതായത് ബിസിനസ്സിൽ വിജയിച്ചിട്ടുള്ള ഡോക്ടർ എന്താവും പറയുന്നുണ്ടായിരിക്കുക, ഓ ഗ്രേറ്റ്, നിങ്ങൾ വളരെ നല്ലൊരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. നമ്മളെപ്പോലുള്ള വ്യക്തികൾക്ക് ഈ ബിസിനസ്സിൽ വളരെ വലിയ രീതിയിൽ വിജയിക്കാൻ സാധിക്കും. നിങ്ങൾ എന്തായാലും ഏറ്റവും ബെസ്റ്റ് ടീമിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് വിന്നിംഗ് ടീം എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ നമ്മളെ ബാക്കപ്പ് ചെയ്യാനുണ്ട് എന്നുള്ള കാരണം കൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് വളരെ വലിയ രീതിയിൽ വിജയിക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ ഡോക്ടർ ഇദ്ദേഹത്തിനടുത്ത് പറയുന്നുണ്ടായിരിക്കുക.
അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഒറ്റ പോയിന്റേ ഉള്ളൂ. ഇപ്പൊ ഇത് ഈ ഡ്രീം ബിൽഡിംഗ് എക്സസൈസ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. ഇത് നമ്മൾ പ്രാക്ടീസിലൂടെ മാസ്റ്റർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്ത് കാര്യമാണെങ്കിലും നമ്മളൊരു ബുക്ക് വായിച്ചു പഠിക്കുന്നതിനേക്കാൾ നല്ലതാണ് അത് ചെയ്ത് പഠിക്കുക എന്നുള്ളത്. നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ള എല്ലാ സ്കില്ലുകളും തന്നെ നോക്കുകയാണെങ്കിൽ അത് ചെയ്ത് പഠിച്ചിട്ടുള്ളതാണ്. കുക്കിംഗ് ആണെങ്കിലും സൈക്ലിംഗ് ആണെങ്കിലും സംസാരമാണെങ്കിലും പാട്ടാണെങ്കിലും എല്ലാം തന്നെ നമ്മൾ ചെയ്ത് പഠിച്ചിട്ടുള്ളതാണ്. എഴുതുകയാണെങ്കിലും ഒക്കെ നമ്മൾ ചെയ്ത് പഠിച്ചിട്ടുള്ളതാണ്. ഈ ചെയ്ത് പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കില്ല. അപ്പോൾ ഈ പറഞ്ഞ 8 സ്റ്റെപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ബിസിനസ്സിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയൊരു പുണ്യം എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തിയെ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് ഒരു ഡ്രീം പകർന്നു നൽകാൻ സാധിക്കുക എന്നുള്ളതാണ്. ലോകത്തിൽ ഏറ്റവും പുണ്യപ്രവൃത്തി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒരു ഡ്രീം ബിൽഡിംഗ് മാസ്റ്റേഴ്സ് ആയിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമുക്ക് മിറാക്കിൾ മോർണിംഗിൽ ഓരോ ദിവസവും വ്യത്യസ്തമായുള്ള ടോപ്പിക്കുകൾ കിട്ടുന്നു. നിരന്തരമായിട്ട് ഈ പ്രോഗ്രാമുകളെല്ലാം അറ്റൻഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ വലിയ രീതിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനും അതിലൂടെ വലിയ രീതിയിലേക്ക് ഒരു ഗ്രോത്തും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സോ താങ്ക് യു, വിഷ് യു വെൽത്ത്. താങ്ക് യു സർ, വണ്ടർഫുൾ സെഷൻ ആയിരുന്നു. വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്, ചാലഞ്ചസ് ഉണ്ട്. അതിനെല്ലാം ഞങ്ങൾക്ക് കിട്ടിയ ഒരു സൊല്യൂഷൻ തന്നെയാണ് ഇന്നത്തെ ഈ ഒരു സെഷൻ. നമുക്ക് സാറിനുള്ള താങ്ക്സ് ഒക്കെ ഈ കമന്റ് ബോക്സിലൂടെ അറിയിക്കാം. ഓരോ മിറാക്കിൾ മോർണിംഗും വ്യത്യസ്തമായ എക്സ്പീരിയൻസുകളാണ് നമുക്ക് തരുന്നത്. അപ്പോൾ തീർച്ചയായും നാളെ മറ്റൊരു ദിവസത്തില് മിറാക്കിൾ മോർണിംഗിലൂടെ വീണ്ടും കണ്ടുമുട്ടാം. ഈ ഒരു പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ, വിഷ് യു വെൽത്ത്.